Hi friends, welcome back. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു പുതിയ വെറൈറ്റി ഡിസൈനിൽ വന്നിരിക്കുന്ന ഒരു ഫോണിന്റെയാണ്. കണ്ടോ ഇതിന്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? സോ ഈ രീതിയിൽ വന്നിരിക്കുന്ന ഒരു ഫോണാണ് Y75 എന്ന് പറയുന്ന ഈ ഒരു ഫോൺ. ഇത് വിവോയുടെ ഫോണാണ്. ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് പേർക്കും ഇഷ്ടമുള്ള ബ്രാൻഡാണ് വിവോ. അതിൽ തന്നെ Y സീരീസ് പ്രസിദ്ധവുമാണ്. സോ ഈ ഒരു സീരീസിലെ ഒരു പുതിയ ഫോൺ വരുമ്പോൾ വിവോ എന്തൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ഇതിന്റെ നല്ല വശങ്ങൾ എന്തൊക്കെയാണ്, പോരായ്മകൾ എന്തൊക്കെയാണ്, നമുക്ക് രണ്ട് വശങ്ങളും നോക്കാം. ആദ്യം തന്നെ ഈ ഒരു ഫോണിന്റെ ബോക്സിൽ എന്തൊക്കെയാണെന്നുള്ളത് പെട്ടെന്ന് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് ഫോണിന്റെ കാര്യം നമുക്ക് വിശദമായിട്ട് പറയാം. ഇതിന്റെ ബോക്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. നീറ്റ് ആയിട്ടുള്ള വിവോയുടെ യൂഷ്വൽ ബോക്സ് തന്നെയാണ്. ഓപ്പൺ ചെയ്യും. അതിനകത്ത് മറ്റൊരു ബോക്സ് ഉണ്ട്. ആ ബോക്സിനകത്ത് ഒരു കേസ് വരുന്നുണ്ട്, കുറച്ച് ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഇത്രയുമാണ് ആ ഒരു ബോക്സിനകത്തുള്ളത്. അതങ്ങോട്ട് മാറ്റി വെച്ചാൽ ബോക്സിനകത്ത് മെയിൻ ബോക്സിനകത്ത് ഒരു ചാർജർ ഉൾപ്പെടുന്നുണ്ട്. 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറാണ്. ടൈപ്പ് സി കേബിളും ഉൾപ്പെടുന്നുണ്ട്. ഒരു ഇയർഫോണും വരുന്നുണ്ട്. 3.5mm ജാക്കുള്ള ഒരു ഇയർഫോണും വരുന്നുണ്ട്. 3.5mm ടു ടൈപ്പ് സി അഡാപ്റ്ററും വരുന്നുണ്ട്. പിന്നെ ഒരു സിം ടൂളും വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. മൊത്തത്തിൽ അങ്ങോട്ട് മാറ്റി വെച്ചാൽ ഫോണിലേക്ക് വരാം. സോ Y75 എന്ന് പറയുന്ന ഈ ഒരു ഫോൺ കാണാം ഇത് എങ്ങനെയുണ്ടെന്നുള്ളത്. താഴെ ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് ആദ്യം കാണുന്നത്. 2 സിം അല്ലെങ്കിൽ ഒരു സിമ്മും മെമ്മറി കാർഡും. മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗില്ല്. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ. ലെഫ്റ്റ് സൈഡിൽ പ്രത്യേകിച്ച് ഒന്നും വരുന്നില്ല. ടോപ്പ് സൈഡിൽ നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ. സോ 3.5mm ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല എന്ന് സാരം. നിങ്ങൾക്കതൊരു പോരായ്മയായിട്ട് വേണമെങ്കിൽ കരുതാം. റിയർ സൈഡിൽ ക്യാമറ മോഡ്യൂൾ, വിവോ ബ്രാൻഡിംഗ്. ഫ്രണ്ടിൽ 6.44 ഇഞ്ച് വരുന്ന ഒരു ആമോലെഡ് ഡിസ്പ്ലേ. ഇത്രയുമാണ് ഇതിന്റെ ഒരു ഓവർവ്യൂ. എങ്ങനെയുണ്ട് ഫോൺ? കയ്യിൽ പിടിക്കാനും ഹോൾഡ് ചെയ്യാനും ഒക്കെ വളരെ കംഫർട്ടബിൾ ആണ്. ഒരു ഇഷ്യൂ ഇല്ല. 7.36mm തിക്നെസ് ആണ്. 172 ഗ്രാമാണ് വെയിറ്റ്. എന്ന് വെച്ചാൽ പക്ക ലൈറ്റ് വെയിറ്റ് ആണെന്ന് സാരം. ഈ ഒരു മോഡലിൽ ഇത് ഡാൻസിംഗ് വേവ് എന്ന് പറയുന്ന ഒരു ഡിസൈനാണ് ഇതിന്റെ റിയർ പാനലിൽ കൊടുത്തിരിക്കുന്നത്. ഈ മോഡലിന് വന്നിട്ട് AG ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഒക്കെ റിയർ സൈഡിലുണ്ട്. ഇത് ഗ്ലാസ് ഡിസൈൻ ആണ്. ഫ്രണ്ടിൽ വന്നിട്ട് സ്കോട്ട് സെൻസേഷൻ അപ്പ് ഗ്ലാസ് പ്രൊട്ടക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. സോ പ്രൊട്ടക്ഷൻ ഒക്കെ നന്നായിട്ടുണ്ട്. കളർ നോക്കി കഴിഞ്ഞാൽ മൂൺ ആൻഡ് ഷാഡോ ഡാൻസിംഗ് വേവ്. നമ്മുടെ കയ്യിലിരിക്കുന്നത് ഡാൻസിംഗ് വേവ് എന്ന് പറയുന്ന ഈ കളറാണ്. ഇതിനകത്ത് പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഒക്കെയാണ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് ഇതിന്റെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ തരുന്നത്. പ്ലസ് ഫേസ് അൺലോക്കിന്റെ പെർഫോമൻസും കാണാം. സോ ഇതിന്റെ ലുക്ക് ആൻഡ് ഫീലും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. മീഡിയ ടെക്കിന്റെ G96 എന്ന് പറയുന്ന അത്യാവശ്യം നല്ലൊരു മിഡ് റേഞ്ച് പ്രൊസസ്സറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. 8GB റാം, 128GB സ്റ്റോറേജ് ആണ് വരുന്നത്. എക്സ്റ്റൻഡ് റാം 2.0 അതുള്ളത് കൊണ്ട് തന്നെ 4GB കൂടി റാം സ്റ്റോറേജ് ആഡ് ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ ഇത് ഫൺ ടച്ച് OS 12 ആൻഡ്രോയിഡ് 11 ബേസ്ഡ് ആണ്. ആൻഡ്രോയിഡ് 12 വേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അതൊരു പോരായ്മയായിട്ട് കാണാം. ഇതിന്റെ റാം LPDDR4X റാം ആണ്. UFS 2.2 സ്റ്റോറേജ് ആണ് വരുന്നത്. സോ ടോട്ടലി പെർഫോമൻസിൽ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. പക്ക സ്മൂത്ത് ആണ് നിങ്ങളിവിടെ കാണുന്ന പോലെ. ഗെയിമിങ്ങിലേക്ക് വന്നാൽ വലിയ ഇഷ്യൂ ഒന്നുമില്ല. ഇതുപോലെ BGMI വേണമെങ്കിലും കാണുന്ന രീതിയിൽ കളിക്കാം. G96 അത്ര മോശം പ്രൊസസ്സർ ഒന്നുമല്ല. അത്യാവശ്യം BGMI ഒക്കെ ഈ കാണുന്ന രീതിയിൽ ഹാൻഡിൽ ചെയ്യും. സോ ടോട്ടലി ഇങ്ങനെയാണ് ഇതിന്റെ പെർഫോമൻസ്. നോർമൽ യൂസ് ആയാലും ഗെയിമിംഗ് ആയാലും നന്നായിട്ടുണ്ട്. 5G ഫോണല്ല, അതുകൊണ്ട് 5G ഇവിടെ എക്സ്പെക്ട് ചെയ്യേണ്ട. 4G ഫോണാണ്. ഇതിന്റെ ഡിസ്പ്ലേ ക്വാളിറ്റി എങ്ങനെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം 6.44 ഇഞ്ച് വരുന്ന ഫുൾ HD പ്ലസ് ആമോലെഡ് ഡിസ്പ്ലേ ആണ്. നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. ബട്ട് ആ നോച്ച് ഡിസൈൻ വിവോയ്ക്ക് അത് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. അവരിത് എപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടമാണോ എന്നുള്ളത് നിങ്ങൾ വേണം പറയാൻ. എനിക്ക് എന്തായാലും ഇഷ്ടമല്ല. 570 നിറ്റ്സിന്റെ മാക്സിമം ബ്രൈറ്റ്നസ് ആണ് ഇതിൽ പറയുന്നത്. അത് ഇത്തിരി കൂടി കൂടുതൽ കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടോ. അത് ഇത്തിരി കുറവാണ്. ബട്ട് പ്രശ്നമൊന്നുമില്ല. നമുക്ക് സൺലൈറ്റ് വിസിബിലിറ്റി ഒക്കെ ഗുഡ് ലെവലിൽ തന്നെ കിട്ടുന്നുണ്ട്. ഇഷ്യൂസ് ഒന്നുമില്ല. വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് 4K വീഡിയോ കഷ്ടി പ്ലേ ചെയ്യാമെങ്കിലും HDR ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. ബട്ട് നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സ്, ആമസോണിൽ നിന്നൊക്കെ HDയിൽ തന്നെ കണ്ടന്റുകൾ സ്ട്രീം ചെയ്യാം. കാരണം വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ ഉള്ളതുകൊണ്ട്. സോ ഓവറോൾ ഡിസ്പ്ലേയുടെ ക്വാളിറ്റി നിങ്ങളവിടെ കാണുന്ന പോലെ തന്നെ നല്ല ഡീസൻ്റ് ആയ ക്വാളിറ്റി ഉണ്ട്. നല്ല ഇംപ്രസീവ് ആണ് കാര്യങ്ങൾ. ഇനി ഇതിന്റെ നെറ്റ്വർക്ക് റിസപ്ഷൻ, കോള് പോലുള്ള കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ഇഷ്യൂസും ഇല്ല. വൈഫൈ കോളിംഗ് പോലുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കരിയർ അഗ്രിഗേഷൻ പോലുള്ള കാര്യങ്ങളുണ്ട്. സോ നെറ്റ്വർക്ക് റിസപ്ഷന്റെ കാര്യം അപ്പം തന്നെ ഓക്കെയാണ്. ഇതിന്റെ സാർ വാല്യൂ നോക്കിയാൽ 1.03 എന്ന് പറയുന്ന ഒരു ഹെഡ് സാർ വാല്യൂ. ബോഡി സാർ വാല്യൂ 0.66 ആണ് വരുന്നത്. OTG സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ക്യാമറ ടു API വന്നിട്ട് ലെവൽ 3 ഇല്ല, ഫുൾ ആണ്. സോ അപ്പോൾ ക്യാമറയുടെ ഭാഗം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാണാം. മെയിൻ ക്യാമറ 50 മെഗാ ആണ്. 8 മെഗാ വൈഡ് ആംഗിൾ ക്യാമറയും 2 മെഗാ മാക്രോ സെൻസറും വരുന്നുണ്ട്. ഫ്രണ്ടിൽ 44 മെഗാ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. സോ ഈ നമ്പറൊക്കെ നന്നായിട്ടുണ്ടല്ലേ. ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കാം. മെയിൻ ക്യാമറ വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ രീതിയിലുള്ള ഒരു വീഡിയോ ഡീസന്റ് ആയിട്ടുള്ള റേറ്റിംഗ് കണ്ടീഷനിൽ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ എടുക്കാൻ സാധിക്കും. വലിയ കുഴപ്പമില്ല. ഒരു നോർമലായ ഒരു ഗുഡ് ക്വാളിറ്റി വീഡിയോ എന്ന് പറയാം. അത് വിട്ടിട്ട് വേറൊന്നും പറയാനില്ല. ഡീസന്റ് ആയിട്ടുണ്ട്. സ്റ്റെബിലൈസേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ട് തന്നെ നമുക്ക് വീഡിയോസ് എടുക്കാൻ സാധിക്കുന്നുണ്ട്. സോ ഈ രീതിയിലുള്ള ഒരു വീഡിയോ ഔട്ട്പുട്ടാണ് നിങ്ങൾക്ക് കിട്ടുക. സെൽഫി ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. എങ്ങനെയുണ്ട് ഓവറോൾ വീഡിയോ ക്വാളിറ്റി? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? വലിയ കുഴപ്പമില്ലാത്തൊരു നല്ല വീഡിയോ ക്വാളിറ്റി എന്ന് പറയാം. സ്റ്റെബിലൈസേഷൻ ലെവൽ നോക്കി കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും ഇല്ല. ബട്ട്
അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം സ്റ്റെബിലൈസേഷൻ കുറവുണ്ട്, ബട്ട് നമുക്ക് ഇതിനകത്ത് സ്റ്റഡി ഫേസ് എന്നൊരു സംവിധാനമുണ്ട്. അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പോലുള്ള ഒരു സ്റ്റെബിലൈസേഷൻ കിട്ടും. സോ ഇങ്ങനെയാണ് ഇതിന്റെ ഫ്രണ്ട് ക്യാമറയുടെ സ്റ്റെബിലൈസേഷൻ ലെവലൊക്കെ വരുന്നത്. ഫുൾ എച്ച് ഡി ആണ് ഫ്രണ്ടിലും ബാക്കിലും, 4K ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 4K ഒക്കെ വേണ്ടതാണല്ലേ, എന്തായാലും അത് മിസ്സിംഗ് ആണ്. സോ അതൊരു പോരായ്മയായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. മെയിൻ ക്യാമറ ഇമേജുകൾ നല്ല ഡീസന്റ് ക്വാളിറ്റി മെയിൻ ക്യാമറ ഇമേജുകൾ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. വൈഡ് ആംഗിൾ ക്യാമറ ഇമേജുകളും കാണാം, അതും നന്നായിട്ടുണ്ട്, ഇഷ്യൂസ് ഒന്നുമില്ല. സെൽഫി ക്യാമറ ഇമേജുകളും നിങ്ങൾക്ക് ഇവിടെ കാണാം, അതും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല റിസൾട്ട് തന്നെയാണ് നമുക്ക് തരുന്നത്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ സെൽഫി ക്യാമറ ഇമേജുകളും നിങ്ങൾക്ക് ഇവിടെ കാണാം, നന്നായിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ വീഡിയോ ക്വാളിറ്റികൾ നിങ്ങൾക്കൊന്ന് കണ്ടു നോക്കാം. ഹായ്, ഇത് മെയിൻ ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു ക്വാളിറ്റി കിട്ടും. ഇത് ഇതിന്റെ ഫ്രണ്ട് ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ എങ്ങനെയുണ്ടെന്ന് നോക്കുക. നൈറ്റ് മോഡിന്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. നോർമൽ മോഡ് പ്ലസ് നൈറ്റ് മോഡ് രണ്ടും നോക്കി കഴിഞ്ഞാൽ നൈറ്റ് മോഡ് ഇത്തിരി ബെറ്റർ ആണെന്ന് പറയാം അല്ലേ. നിങ്ങൾക്ക് ഇത് മതിയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം കേട്ടോ. ബാറ്ററി നോക്കിയാൽ 4050 mAh ആണ്. 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ഉൾപ്പെടുന്നുണ്ട്. വളരെ സ്ലിം ആയ ഒരു ഫോണാണ്. അതുകൊണ്ട് തന്നെ ബാറ്ററിയുടെ സൈസ് കുറവായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് നേരത്തെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും കുറവാണ്. ബാറ്ററി ലൈഫ് വലിയ കുഴപ്പമൊന്നുമില്ല, ഒരു ദിവസമൊക്കെ സുഖമായിട്ട് ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. സോ നിങ്ങൾക്ക് അത് മതിയെങ്കിൽ ഓക്കെ, നോർമൽ യൂസിന് ഒരു ദിവസം കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ബട്ട് അത് വിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് 5000 mAh ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതില്ല, 4050 mAh ആണ്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതൊരു പോരായ്മയായിട്ട് കരുതാവുന്നതാണ്. സോ ടോട്ടലി ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ഫോണിന്റെ കാര്യങ്ങൾ. ഓവറോൾ എല്ലാം നന്നായിട്ടുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ പറഞ്ഞ ചില പോരായ്മകളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ആ പോരായ്മകളൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫോണിലേക്ക് നോക്കാം. അതല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും ഈ ഫോണിന്റെ ഇപ്പോഴത്തെ പ്രൈസ് എത്രയാണെന്നുള്ളത് എനിക്കറിയില്ല. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഈ സമയത്ത് എനിക്കറിയില്ല. ബട്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാനത് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. ഇത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഓഫ്ലൈൻ ഫോണാണ്. അതുകൊണ്ട് തന്നെ വിവോയുടെ ഇങ്ങനത്തെ ഒരു ഫോൺ ഇറങ്ങുമ്പോൾ അതിന് വില ഇച്ചിരി കൂടുതലായിരിക്കും എന്നുള്ളത് ഓൾറെഡി മനസ്സിലാക്കിയിരിക്കാം. എല്ലാ ബ്രാൻഡുകളും ഇങ്ങനെ തന്നെയാണ് ചെയ്യുക. ഓഫ്ലൈൻ ഫോണുകൾക്ക് പ്രൈസ് ഇത്തിരി കൂടുതലായിരിക്കും. സോ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.